ഈ വീഡിയോ എല്ലാ ഇലക്ട്രിക്കൽ MEP ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യനായിക്കോട്ടെ എഞ്ചിനീയേഴ്സിനായിക്കോട്ടെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ നമ്മുടെ ഇലക്ട്രിക്കൽ ഫീൽഡിൽ എങ്ങനെ ChatGPTയെ ഉപകാരപ്പെടുത്താം എന്ന് ആണ് മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പം നമ്മുടെ ഫോണിൽ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ChatGPT എന്ന് പറഞ്ഞ ആപ്പ്. ഓക്കെ, അത് പലർക്കും അറിയില്ല എന്ന് ഞാൻ കണ്ടിരുന്നു. കുറേ പേർക്ക് അറിയാം, കുറേ പേർക്ക് ഇതിനെപ്പറ്റി ഒരു ഐഡിയ തന്നെ അല്ലെങ്കിൽ ഒരു സാധനം ഉണ്ടെന്ന് തന്നെ അറിയില്ല. സോ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ അടിമയാണ്. ഓക്കെ, അപ്പോൾ ഇവനെ കൊണ്ട് നമുക്ക് എന്ത് പണി വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ ഇലക്ട്രിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല കേസുകളിലും ലോഡിൻ്റെ കറണ്ട് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റർ എടുക്കും, ടൈപ്പ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്യാണ്ട് നമുക്ക് ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ലോഡ് കൊടുത്താൽ ഇവന് ഉടനെ ഉത്തരം തരുന്നൊരു പരിപാടിയുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ഒരു അടിമ ഉണ്ടാക്കിയെടുക്കുകയാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇവനെ കൃത്യമായിട്ടൊരു റോൾ ഇവന് കൊടുക്കണം. അതായത് ChatGPT എന്ന് പറഞ്ഞൊരു AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്, ഒരു റോബോട്ടാണ്. അപ്പോൾ ഇവന് നമുക്ക് ഇവനെ കൊണ്ട് ഏത് പണി എടുപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഇതിന് ഇലക്ട്രിക്കൽ പണി എടുപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ ഇതാണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവന് റോൾ അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതിൽ ടൈപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എഴുതി, ഇമാജിൻ യുവർ സെൽഫ് ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ. നീ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണെന്ന് വിചാരിക്കുക, ഒരു എക്സ്പെർട്ട് ഇൻ കാൽക്കുലേഷൻ ഡിസൈൻ ഇൻ ദ ഫീൽഡ് ഓഫ് ഇലക്ട്രിക്കൽ എന്ന് വിചാരിക്കുക. നിങ്ങളുടെ രീതിയിൽ കൊടുക്കാം കേട്ടോ. ഞാൻ വെറുതെ പെട്ടെന്ന് എനിക്ക് തോന്നിയൊരു ഇതങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ പറയുന്നു, എനിക്ക് ഞാൻ കുറച്ച് കാൽക്കുലേഷൻ ജോബ് തരും. ഞാൻ കുറച്ച് ഇൻപുട്ട്സ് തരും. അതായത് ഇപ്പോൾ നമുക്ക് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എത്ര ലോഡെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ, അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എത്ര എന്നൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം ആദ്യം. അപ്പോൾ അതനുസരിച്ച് നീ കാൽക്കുലേഷൻ ചെയ്യാമോ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നു. ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ പുള്ളി എനിക്കിങ്ങനെ റിപ്ലൈ തന്നു, ഗോട്ട് ഇറ്റ്, ഫീൽ ഫ്രീ ടു ഷെയർ യുവർ ഇൻപുട്ട്, ഐ വിൽ അസിസ്റ്റ് യു വിത്ത് ദ റിക്വയർഡ് കാൽക്കുലേഷൻസ്. അതായത് നമ്മുടെ അലാവുദ്ദീൻ്റെ അത്ഭുതങ്ങളൊക്കെ പറഞ്ഞ ഹുസൂർ എന്താ വേണ്ടതെന്ന് വെച്ച് ചെയ്യാം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വെറുതെ ഒരു ടെസ്റ്റ് അടിച്ച് നോക്കാം കേട്ടോ. കാൽക്കുലേറ്റ് ദ കറണ്ടിൻ്റെ 1 കിലോവാട്ട് ലൈറ്റ് എന്ന് പറഞ്ഞു. ഒരു 1 കിലോവാട്ടിൻ്റെ ലൈറ്റ് ലോഡാണ് ഉദ്ദേശിച്ച് സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞു. അതിൻ്റെ വോൾട്ടേജ് ലെവലും കൊടുത്തു. പുള്ളി ഒറ്റയടിക്ക് തന്നെ അതിൻ്റെ സംഭവം പ്രിൻറ്റ് ചെയ്തു. കാൽക്കുലേറ്റ് കറണ്ട് ഈക്വൽ ടു ഡിവൈഡ് ബൈ വോൾട്ടേജിൻ്റെ പവർ ഫാക്ടർ. അപ്പോൾ നമ്മുടെ പവർ ഫാക്ടർ ഇവിടെ 1 ആണെന്ന് പറഞ്ഞ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് അവിടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുക, I ഈക്വൽ ടു 1000/240 × 1. അപ്പോൾ 4.17 ആംപിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ നമുക്ക് പവർ ഫാക്ടർ എന്ന് പറഞ്ഞ വാല്യൂ ഡിഫറൻ്റ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറയാം, അപ്പോൾ റീകാൽക്കുലേറ്റ് ചെയ്ത് തരാം എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടുത്തു, അസ്യൂം പവർ ഫാക്ടർ ഈക്വൽ 0.8 എന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പോൾ എന്നിട്ട് ഞാൻ അവനെന്താ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുള്ളി വേഗം തന്നെ കാൽക്കുലേഷൻ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു കണ്ടോ. അപ്പോൾ I ഈക്വൽ ടു ആ പവർ ഫാക്ടറുടെ 0.8 എടുത്തു. അപ്പോൾ നമുക്ക് 5.21 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അവിടുത്തെ കറണ്ട് എത്ര എന്നുള്ളത് ഒറ്റയടിക്ക് നമുക്ക് ആൻസർ ഇവിടെ കിട്ടുവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏത് ലോഡ് കൊടുത്താലും നമുക്ക് ആൻസർ മാറും. ഞാനൊന്ന് വേറെ ലോഡ് കൊടുത്തു. ഞാനിത് 5 കിലോവാട്ടിൻ്റെ എത്രയാണെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുകയാണ്. അപ്പോൾ പുള്ളി ചെയ്യുന്ന കാണാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് വാല്യൂസ് ചെയ്തിട്ട് ഒറ്റയടിക്ക് കണ്ടോ, നമ്മൾ നേരത്തെ കൊടുത്ത പവർ ഫാക്ടർ എല്ലാം വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ കിട്ടി. 26 ആംപിയറാണ് അവിടുത്തെ സിംഗിൾ ഫേസ് ലോഡ് കറണ്ട് തന്നെ എന്നുള്ള ഒരു ആൻസറിലേക്ക് നമുക്ക് ഒറ്റയടിക്ക് എത്തി. ഇനി എനിക്ക് അവനെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് 3 ഫേസ് ലോഡിൻ്റെ കാൽക്കുലേറ്റ്, ഇപ്പോൾ ഞാൻ നേരത്തെ കൊടുത്ത 5 കിലോവാട്ടിൻ്റെ തന്നെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ വോൾട്ടേജ് ഒന്ന് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അവൻ അവൻ്റെ രീതിയിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ച വോൾട്ടേജ്, സിംഗിൾ ഫേസ് വോൾട്ടേജ് 240 എന്ന് പറഞ്ഞത് നമ്മൾ സാധാരണ ഇൻസ്പെക്ടറേറ്റ് റൂൾസിനൊക്കെ ഇങ്ങനെയാണ് എടുക്കാറ്. അതേപോലെ 3 ഫേസിനാണെങ്കിൽ 415 നമ്മൾ എടുക്കാറ്. അപ്പോൾ ഒന്ന് നോക്കാം എന്താ ചെയ്യണമെന്നുള്ളത്. പുള്ളി 3 ഫേസിൻ്റെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ √3 വെച്ചൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാം എടുത്ത് എഴുതുന്നുണ്ട്. പവർ ഇതാണ്, വോൾട്ടേജ് ഇതാണ്, പവർ ഫാക്ടർ ഇതാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ 8.7 ആംപിയർ എന്ന് പറഞ്ഞ് കിട്ടി. ഞാൻ ഓൾറെഡി ഇതിൻ്റെ കറണ്ട് കാൽക്കുലേഷൻ വേറെ ഞാൻ ചെയ്ത് കാണിച്ചിരുന്നു കാൽക്കുലേറ്ററിൽ. അപ്പോൾ ഇതിൽ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് തന്നെ കാണാം. ഓക്കെ, അപ്പോൾ ഇവന് ഇനി എന്ത് ഇൻപുട്ട് കൊടുത്താലും ഇവൻ അതനുസരിച്ച് ഔട്ട്പുട്ട് തന്നോളും. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു 25 കിലോവാട്ടിൻ്റെ ഒരു ലോഡുണ്ടെന്ന് വയ്ക്കുക, 3 ഫേസ് ആണെന്ന് വയ്ക്കുക. എനിക്ക് അതിൻ്റെ കറണ്ട് അറിയണം. ഞാൻ ജസ്റ്റ് അവന് ഇൻപുട്ട് കൊടുക്കുന്നു. അപ്പോൾ എല്ലാം എഴുതിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷനാണ് നമുക്ക് അതിൻ്റെ അകത്ത് കിട്ടുന്നത് കേട്ടോ. എല്ലാം എടുത്ത് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കാം, ഇതേ ആൻസർ തന്നെയാണ് വരുന്നത്.
എന്ന് വെച്ചാൽ ഇവനെ ഫുള്ളായിട്ട് അങ്ങ് വിശ്വസിക്കരുത്. ഇടയ്ക്ക് നമ്മളൊന്ന് റീചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 99% കറക്റ്റായിട്ട് തന്നെ വന്ന് കണ്ടേക്കുന്നത്. എന്നാലും നമുക്ക് നമ്മുടെ ഒരു വിശ്വാസത്തിന് വേണ്ടി 1-2 പ്രാവശ്യം ഇവനെ ഒന്ന് ചെയ്ത് പരീക്ഷിക്കാം. ഇനി ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഇതിങ്ങനെ ചാറ്റായിട്ട് നമ്മുടെ ഇതിൽ കിടക്കും. കണ്ടോ, ഇപ്പോൾ ഇതേപോലെ ചാറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ കാൽക്കുലേഷൻ ഡിസൈൻ എന്ന് പറയും. പിന്നെ എനിക്കിത് വീണ്ടും എടുത്തിട്ട് വീണ്ടും ഇവനോ ഒന്ന് റോൾ അസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെപ്പോഴും നമ്മളൊരു ചാറ്റ് എടുക്കില്ല. ഇപ്പോൾ ഒരാൾക്ക് വാട്സാപ്പിൽ ചാറ്റ് അയച്ചു കഴിഞ്ഞാൽ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സംസാരിക്കില്ല. അതേപോലെ ഈ ചാറ്റിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇവനാ ഫസ്റ്റ് ഞാൻ കൊടുത്ത റോള് ഇവന് ഓർമ്മയുണ്ടാവും. ഇമാജിൻ യുവർ സെൽഫ് ആസ് ആൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആ റോള് ഇവന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും. ഇവൻ അതനുസരിച്ച് തന്നെ നമ്മൾ കൊടുക്കുന്ന ഇനിയിപ്പോൾ ഞാൻ പറയില്ല, ഇപ്പോൾ രണ്ടാമത് ഞാൻ വോൾട്ടേജ് ഒന്ന് എൻ്റർ ചെയ്ത് പോലും കൊടുത്തില്ല, നമുക്ക് ആൻസർ നമുക്ക് കിട്ടി. അപ്പോൾ ഫസ്റ്റ് പ്രാവശ്യം ഇവന് പറഞ്ഞു കൊടുത്ത് അവൻ അതനുസരിച്ച് കാൽക്കുലേഷൻ നടത്തിക്കോളും. ഞാൻ വെറുതെ ഒന്ന് ട്രാൻസ്ഫോമറിൻ്റെ ഒരു പരീക്ഷണം നടത്തി നോക്കാം. കാൽക്കുലേറ്റ് ദ കറണ്ട് ഓഫ് 100 kVA 11 kV എച്ച് ടി സൈഡിലെ 11 kV ട്രാൻസ്ഫോമർ 100 kVയുടെയാണ്. അതിൽ കറണ്ടൊന്ന് നോക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവൻ എന്താ ചെയ്യണം എന്ന് നോക്കട്ടെ. അപ്പോൾ കേട്ടോ, ഇവൻ ആ കറക്റ്റ് ഫോമിലേക്ക് ഇടുന്നുണ്ട്. കറണ്ട് ഈക്വൽ ടു ട്രാൻസ്ഫോമർ റേറ്റിംഗ് √3 × V. അപ്പോൾ 100 kV ആണ് പവർ. ഓക്കെ, കറക്റ്റ് ആൻസറാണ് വരുന്നേക്കുന്നത്. 5.25 ആണ്. കറക്റ്റ് ആൻസറാണ്. 1000 kVക്ക് 52 ആംപയർ എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവനാൾ പുലിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതേപോലെ നമുക്ക് ഇവനെ ഉപയോഗിച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം പല ആൾക്കാർക്കും നമുക്ക് കാൽക്കുലേറ്ററൊക്കെ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് അപ്പോൾ ഫോമുല കൺഫ്യൂഷൻ. ഇവനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി നമുക്ക് എളുപ്പമാവുകയാണ്. നമ്മളിപ്പോൾ ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലയൻറ്റായിട്ടൊക്കെ ചെയ്യുന്ന ടൈമിൽ നമുക്ക് വേഗം ഒരു ലോഡിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് പറയുമ്പോൾ പടപടയും നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക്, ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുത്തു, ലോഡ് ഡീറ്റെയിൽസ് ഇങ്ങനെ ഇട്ട് കൊടുത്തു. ഇവനെ വേണമെങ്കിൽ ആഡ് ചെയ്ത് ഇടാൻ പറ്റും. അതായത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുക്കുക, ഐ ഹാവ് 3 numbers of 3 kW 3 phase ലോഡ്. അപ്പോൾ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇവൻ തന്നെ ചെയ്യും. അപ്പോൾ 3 numbers of 3 kilo ആദ്യം കറണ്ടിൻ്റെ എടുത്ത് ഓരോ ലോഡിൻ്റെ പുള്ളി സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കണ്ടോ, 5.23 വെച്ച് അങ്ങനെ 3 ലോഡും കൂടി ആകുമ്പോൾ അതിൻ്റെ കറണ്ട് 15.69 എന്ന് പറഞ്ഞോ ഒറ്റയടിക്ക് പുള്ളി കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ ഞാൻ 3 ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ സ്പ്ലിറ്റപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1 kW ലോഡുണ്ട് ഇത്രണ്ണം, 2 kW ലോഡുണ്ട് ഇത്രണ്ണം, അങ്ങനെ കൊടുത്തു നോക്കാം. ഇതാ അതിന് വരാം 1 kW സിംഗിൾ ഫേസ് ലോഡുണ്ട് 2 എണ്ണം, 3 kW 3 phase ലോഡുണ്ട് 5 എണ്ണം. കാൽക്കുലേറ്റ് കറണ്ട് ഇങ്ങനെ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എന്താ കൊടുക്കണേ. അപ്പോൾ ആദ്യം തന്നെ അവൻ എന്താ ചെയ്യുന്നത്, കറണ്ട് സിംഗിൾ ഫേസിൻ്റെ ഫോമിലെടുക്കുന്നു. കണ്ടോ, അതിൽ വോൾട്ടേജ് എടുക്കുന്നുണ്ടോ, 1 kW കറണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. അങ്ങനെ 2 ലോഡ് വരുമ്പോൾ 10.42 ആംപിയർ. അതിന് 3 kW സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. അതിൻ്റെ ടോട്ടൽ ആംപിയർ എടുത്തു. അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ കാൽക്കുലേഷൻ ഇവിടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ടോട്ടൽ 36.57 ആംപിയർ എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്തു തന്നുണ്ട്. ഇപ്പോൾ ഇതിനിടയിൽ ഒരു മെസ്സേജ് നിങ്ങൾ വന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ഇവൻ അടിമയാണെങ്കിലും ഇവൻ്റെ ഒരു ടൈം, ഇവനൊരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ ഇവൻ്റെ ലിമിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ChatGPT പെയ്ഡ് വെർഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഇതിൽ പല റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ തന്നെ ജനറേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എൻ്റെ ലിമിറ്റ് കഴിഞ്ഞു എന്നാണ് പുള്ളി പറയുന്നത്. എൻ്റെ കാൽക്കുലേഷൻ ഇത്രയൊക്കെ ഇനി ചെയ്യാൻ പറ്റുള്ളൂ, ഇനി നീ വേറെ ആളെ നോക്കിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതിപ്പോൾ ഇനിഷ്യൽ സ്റ്റേജിൽ നമുക്ക് മൾട്ടിപ്പിൾ മെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ വേറെ മെയിൽ അക്കൗണ്ടിൽ ചെയ്താൽ നമുക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ അതിലൊന്നും കൂടി ഇവനെ പറഞ്ഞും പഠിപ്പിക്കേണ്ടി വരും. ഇവനിപ്പോൾ ഈ ചാറ്റിൽ മാത്രമാണ് ഇവൻ്റെ റോൾ ഇങ്ങനെയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മുടെ പണി. എല്ലാവരും പറയും AI വന്നു ആൾക്കാരുടെ പണി പോകുന്നുള്ളൂ. പക്ഷേ AI നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി എളുപ്പമാക്കി തരുമായിരുന്നു. മനുഷ്യൻ്റെ ഒരു ടച്ചില്ലാണ്ട് പല കാര്യങ്ങളും പലതും ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമുക്ക് ഒരു യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് പണി എളുപ്പമായി കിട്ടും. എന്നിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇവനെ കൊണ്ട് ഇങ്ങനെയുള്ള പണികൾ ചെയ്യിച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിൽ മാത്രം ഒതുങ്ങുന്നതല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇലക്ട്രിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നതുകൊണ്ട് ഞാനും ഇതിങ്ങനെ പല ഇതിൽ യൂസ് ചെയ്യാറുണ്ട്. ഇതുകൂടാതെ നമുക്ക് നമ്മുടെ വാട്സാപ്പിൻ്റെ കൂടെ തന്നെ മെറ്റ AI ഉണ്ട്. അപ്പോൾ അവനെ ഇതേ പണികളൊക്കെ നമുക്ക് എടുപ്പിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു കളി. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കൺഗ്രാജുലേഷൻസ്. കാരണം നമുക്കൊരു പുതിയ ഒരു അറിവ് കിട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പല ആൾക്കാർക്കും ഓൾറെഡി അറിയാവുന്നതാണ്.